ഹായ്, നമ്മളിപ്പോൾ മണ്ണമ്പട്ടുള്ള മേരി മാർഗ്രറ്റ് ചർച്ചിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ പുൽക്കൂടൊക്കെ ഒന്ന് കാണുക, ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ കണ്ടാഘോഷിക്കുക, ആ ആഘോഷം നിങ്ങൾക്കൊന്ന് പങ്കുവയ്ക്കുക. അത്ര ചിന്തിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് ചുമ്മാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നടക്കാം. ഈ പള്ളിയിലത്തെ മഹാൽവെളുപ്പിൻ്റെ വർക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഞാൻ കയറിയതാണ് ഇവിടെ കയറിയപ്പോഴാണ് പറഞ്ഞ പുൽക്കൂട് ഇവിടെയല്ല, തൊട്ടപ്പുറത്താണ്. നമുക്ക് അവിടെ പോയി നോക്കാം. ഇത്ര നേരം നല്ല തിരക്കൊക്കെ ആയിരുന്നു. അപ്പം ഞാനിത് ആദ്യമായിട്ട് ചെയ്യണ കാരണം ക്യാമറയ്ക്ക് ഇനി കൊണ്ടുപോകാൻ ഒരു ചെറിയ നാണക്കേട്. അപ്പം അതുകൊണ്ടാണ് അപ്പോൾ പോവാൻ കേട്ടോ. ഇവിടെ നക്ഷത്ര മത്സരമായിരുന്നു. കുറേ നക്ഷത്രങ്ങളും അതിൻ്റെ താഴെ കുറേ നമ്പറുകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏതിനാണ് ഫസ്റ്റ് കിട്ടിയ സെക്കൻഡ് കിട്ടിയെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്നാലും ഒന്ന് കാണിക്കാം. നക്ഷത്രം ഇവിടെ താഴെ ഇരിക്കുന്നുണ്ടല്ലോ. മോളിൽ നിന്നിട്ട് വീണതാണോ താഴെ നിർത്തിക്കണമെന്നാണോ അറിയില്ല. എന്നാലും കൊള്ളാത്. ഇവിടെ ചെറിയ നക്ഷത്രങ്ങളാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒന്നവിടെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ വേറെ ലൈറ്റ് കാണുന്നുണ്ട്, പക്ഷെ എന്തോ മിന്നി പോകുന്നുണ്ട്. പക്ഷെ കൊള്ളാത് നന്നായിട്ട്. അത് പുൽക്കൂടിൻ്റെ ഭാഗത്തേക്കൊന്ന് പോകാമേ. നല്ല ഭംഗികളൊക്കെ ഉണ്ടല്ലേ. ഇവിടെയാണ് പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളത്. സ്റ്റാർ അല്ല, അതിൻ്റെ ബാക്കിലാണ്. നമുക്ക് കാണാം. ഓ, ഇത് കൊള്ളാണ്ടോ. ഞാനിപ്പോൾ ഈ ഭാഗത്ത് ഒരു 3-4 പള്ളി പോയിരുന്നു. പക്ഷെ അവിടെ എല്ലാം ഇങ്ങനെയല്ല, ഒരു ചുമ്മാ ഒരു ചെറിയൊരു സ്പേസിൽ എന്താ കുറേ സാധനങ്ങൾ കയറ്റി വെച്ചേക്കണം. പക്ഷെ ഇത് കൊള്ളാം, നല്ല രസം. കടലോസം കുറേ വീടുകളുണ്ടോ അല്ലേ. കേട്ടോ. ഹായ്, എങ്ങനെയുണ്ട് പുൽക്കൂടൊക്കെ കണ്ടിട്ട്? നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണോ? അല്ല, എന്താ ബ്രോയുടെ പേരെന്താ? വിനു. വിനു, ഓക്കെ. മാഷിന്റെ അനു. ഡിവിൻ തമാശക്ക് പറഞ്ഞോ അതിനൊന്ന്? എന്റെ പേര് വിനീത്. ആ ശരി, വിനീത്. ഓക്കെ ഓക്കെ. ഞങ്ങൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഹോട്ടൽ കണ്ടോ, പഴയൊരു സെറ്റപ്പിലൊരു ഹോട്ടൽ. നമ്മൾ ഇതിനകത്ത് സൂമിൽ നോക്കുകയാണ് ഹോട്ടൽ. അതിന്റെ പേര് ആതിര. അതിന് തൊട്ടപ്പുറത്ത് സാധാരണ ഈ ചായക്കടകളും മറ്റൊക്കെ കാണും. ഇത് മറ്റേ സിനിമയുടെ കിരീടം വരച്ചേന്റെ ആരായിട്ട് 2 മുഖങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ പഴമ നിർത്തിക്കൊണ്ട് തന്നെ അപ്പുറത്തും ഒരു ഭാവന കളർ സ്റ്റുഡിയോ, ബേബി ആർട്സ്, അതെ, അതൊക്കെ ഒരു പഴമ കൊടുത്താണ് ചെയ്തത്. അതുപോലെ ഈ പോസ്റ്റത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിവിളക്കുകൾ ഇങ്ങനെ നിറയെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ലൈറ്റിന് കൊടുത്താണ് അവർക്കെന്നെ അറിയുള്ളൂ. പക്ഷെ ഇതിന്റെ രസം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു സ്ഥലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. പെട്ടെന്ന് നമുക്ക് ഓടിച്ച് നോക്കാൻ പറ്റില്ല. ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഇതൊക്കെ നോക്കണം. അപ്പുറത്തൊരു മേൽപ്പാലം, ഒരു സബ്വേ ഇതൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു 3 ഫ്ലാറ്റുകളുടെ ഇടയിൽ നിന്ന് സബ്വേ വരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ആണ് ഈ ചാല് വരുന്നത്. അപ്പുറത്തെ വെള്ളച്ചാട്ടം ഇപ്പം എന്തോ ഒരു ഓഫീസൊക്കെ വന്നു. പിന്നെ ഇപ്പുറത്തെ തൃശ്ശൂരിൻ്റെ ആ ഒരു തനിമ സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ അമ്പലം ഒക്കെ മരങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് എല്ലാം ഒരൊറ്റ ഒരു അളവിലാണ് കൊടുക്കുന്നത്. അതാണ് ഇപ്പോഴും രസമായിട്ട് പറഞ്ഞത്. ബാഹുബലിയിലെ കൊട്ടാരമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അത്രമാത്രം എഫേർട്ട് അതിനകത്ത് ഉണ്ടാവുന്നത് നമുക്ക് ആ ഒരു കോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. പുൽക്കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേരിനാൽ ഉറപ്പാക്കുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നന്നായി ചെയ്തിട്ടുണ്ട്. നന്നായി അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്കൂള്, പഴയ സ്കൂളുകളൊക്കെ നോക്കുകയാണെങ്കിൽ ആ സ്കൂൾ കോമ്പൗണ്ടിലാണ് ഗോൾ പോസ്റ്റ്, ഒരു ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൊടിമരം, കിണർ, വാട്ടർ ടാങ്ക് നോക്കൂ. നമ്മളൊരു മലയുടെ മേളിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആകാശ കാഴ്ച എങ്ങനെയായിരിക്കും അതേപോലെ തന്നെയാണ് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിറയെ സാധനമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് പാടം വളരെ രസമായിട്ട് നല്ലൊരു പച്ചപ്പ് വരുത്തി കൊണ്ടാണ് ചെയ്തത്. അതിൻ്റെ അപ്പുറത്താണ് മലകളൊക്കെ, മുട്ടക്കുന്ന് പോലത്തെ മലകൾ. എല്ലായിടത്തും പുല്ലില്ല, എല്ലായിടത്തും മലയ്ക്ക് അങ്ങനെ പച്ചപ്പല്ല. ചില സ്ഥലത്ത് മൊത്തം പച്ചപ്പായിരിക്കും. അത് ബോറാണ്.
നോക്കാതെ നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം എന്നുള്ള രീതിയിൽ ചെയ്തതാ. പക്ഷെ അതും ഇത്ര രസമായിട്ടാണ് ചെയ്തതാണ്. അതെ, അവിടെ മറ്റേ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. ആ റോഡ് ശരിക്കും ഞാൻ അയലിക്കല്ല, ഞാൻ ക്യാമറയിലേക്ക് നോക്കണം. അത് കാരണം കുറച്ചു നേരം ഇങ്ങനെ നിന്ന് നോക്കണം നമ്മള്. എന്നാലേ ഒരു പോർഷനിൽ എന്തൊക്കെയാണ് ഈ ഫ്ലൈറ്റ് മുമ്പിൽ ടൈലൊരു വിരിച്ചിട്ടുണ്ടല്ലോ. അതിനപ്പുറത്ത് കണ്ടു ഒരു ഇരിപ്പിടം, ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ആ ഓക്കെ ഓക്കെ. ഇതല്ലേ കുറെ ചെറിയ ചെറിയ വർക്കുകൾ. ഈ ഒരു പള്ളിയൊക്കെ ചെറുതാണ്. പണ്ടത്തെ പള്ളിയുടെ സെറ്റ്. ആ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ചേട്ടൻ്റെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നോട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോണ്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ വന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഇന്നലെ തിരക്കും കാര്യങ്ങളും പിന്നെ ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാൽ ആൾക്കാർ മുമ്പിൽ പറ്റി ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു ചെറിയ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വായിൽ വെള്ളമൊക്കെ മാഷ നമുക്കവിടെ കഴിക്കാം. അത് കുഴപ്പമില്ല. കേക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ ആ കേക്കല്ല വണ്ടിയിൽ കേക്ക് ഇരിക്കുന്നുണ്ട്. കേക്ക് വെച്ചിട്ട് പോവാം. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് വേറെ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് വേണമെങ്കിൽ വേറെ ഇവിടെ അടുത്ത് നിങ്ങൾ പിന്നെ പോയി കാണണ്ടായിരുന്നു അടുത്തുള്ള ഏതെങ്കിലും പള്ളി. അല്ല വേറെ ഒന്നുമില്ല, ഇത്രയും മെച്ചപ്പാടില്ലെങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ ഓക്കെ താങ്ക് യു. നമ്മുടെ കൂടെ സഹകരിച്ചവരാണ് ആ രണ്ടാൾക്കാര്. അവര് ഒരുപാട് നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവണം കേട്ടോ. ശരി, ഞാൻ ഇത്തവണ എൻ്റെ മുഖം കാണിക്കുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. വേറൊന്നുമില്ല, ഞാൻ ബൈക്കിനാണ് വന്ന ആകെ മുഖമൊക്കെ ആകെ അലങ്കോലായിട്ടിരിക്കുകയാണ്. അപ്പം അടുത്ത തവണ വരുമ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. മാത്രമല്ല ഈ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാനത്ര ഒരു വർക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചെറുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് അടുത്ത തവണ എന്തായാലും നേരിട്ട് കാണാം. നമുക്ക് ഇതിനേക്കാളും പുതിയതായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുണ്ടോ എന്നൊക്കെ നോക്കാം. നമുക്കത് പോയിട്ട് കണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഞാൻ പോട്ടെട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.